ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം. കഴിഞ്ഞ കുറേ പ്രാവശ്യങ്ങളായി നാം ചിന്തിച്ചു വന്ന ഭാഗം ഒരു ശുദ്ധ ഹൃദയം എന്നുള്ളതാണ്. ഹൃദയശുദ്ധി. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരു ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷിയും നിർവ്യാജമായൊരു വിശ്വാസവും അതിനാൽ ദൈവസ്നേഹം ഉളവാകും. ദൈവസ്നേഹം, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവസ്നേഹമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചു. നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അത് നിത്യമായ സ്നേഹമാണ്. അത് വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നാം അത് വിശ്വസിക്കണം. ഈ സ്നേഹത്തെ വിശ്വസിക്കണം. വിശ്വസിച്ച് ദൈവത്തെ നാം സ്നേഹിക്കണം. ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് ആ മഹാരക്ഷണ്യ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞ് അതിൽ വിശ്വസിച്ച് അതിൽ എൻ്റെ ജീവിതം ആ രക്ഷണ്യ വേലയുടെ ഭാഗമാക്കി തീർത്ത് അവനെ എൻ്റെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കണം. മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് അവനെ സ്നേഹിച്ച് അവൻ്റെ വചനം പ്രമാണിച്ച് അനുസരിച്ച് നടക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നുള്ളതല്ലാതെ മറ്റെന്താണ് ദൈവം നമ്മോട് ചോദിക്കുന്നത് എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ ആചരിച്ച് നടക്കണമെന്നല്ലാതെ എന്താണ് ദൈവം നമ്മോട് വേറെ ആവശ്യപ്പെടുന്നത്? വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ ആരോഗ്യമോ പണമോ നമ്മുടെ ശുശ്രൂഷകളോ ഒന്നുമല്ല. ഇതൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. ദൈവം ആവശ്യപ്പെടുന്നത് അവനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തോട് നന്ദിയുള്ള ഒരു ഹൃദയം, അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അനുസരിച്ച് നടക്കുന്ന ഒരു ജീവിതം. അത് വാസ്തവത്തിൽ ഒരു ശുദ്ധ ഹൃദയത്തിൻ്റെ ലക്ഷണമാണ്. ഒരു ശുദ്ധ ഹൃദയമുള്ളവർക്കേ അത് സാധ്യമാവുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ മനസ്സിലാക്കണം, എൻ്റെ ഹൃദയം ശുദ്ധമല്ല. എൻ്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കും. നമുക്കിപ്പോൾ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഏതാനും വാക്യങ്ങളൊന്ന് വായിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഒരു ശുദ്ധ ഹൃദയത്തിൻ്റെ ആവശ്യകത പറഞ്ഞു വരുമ്പോൾ പറയുന്നതായ ഒരു ഭാഗമാണ് ഈ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നത് നീതീകരണം എന്ന വിഷയമാണ്. കർത്താവ് നീതീകരിക്കുന്ന ഒരു ഹൃദയം, ഒരു ശുദ്ധ ഹൃദയം, അത് സ്വയനീതിയുള്ളതല്ല. സ്വയനീതിയുള്ള ഹൃദയം ഒരിക്കലും ശുദ്ധ ഹൃദയമല്ല. എന്നാൽ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുക, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, അതാണ് ഒരു ശുദ്ധ ഹൃദയത്തിൻ്റെ ലക്ഷണം. വചനം വിശ്വസിച്ചു, വചനം കൈക്കൊണ്ടു, വചനം എൻ്റെ രക്തത്തിൽ കലർന്നു, ഞാൻ സമർപ്പണമെടുത്തു, ജീവിതം യേശുവിന് കൈമാറി. അപ്പോൾ ആ വചനം നമ്മുടെ രക്തത്തിൽ കലരുമ്പോഴുള്ളതായ ഒരു അവസ്ഥാവിശേഷമാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. വിശ്വാസത്താലുള്ള നീതീകരണം നമുക്ക് ലഭിക്കും. ദൈവം നീതീകരിക്കും, ദൈവം നമ്മെ നീതീകരിക്കും. നാം നമ്മെ തന്നെ നീതീകരിച്ചാൽ ഒരിക്കലും അത് നീതീകരണമാകുകയില്ല. ദൈവത്താലുള്ള നീതീകരണം, ദൈവത്തിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം, വചനത്തിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, അതാണ് ഈ ഭാഗത്ത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. 22-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 1-ാം വാക്യം മുതൽ. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന്
ദാസന്മാരെ പറഞ്ഞയച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന്, ക്ഷണം കിട്ടിയവരാണ്, അവരെ വിളിക്കാനാണ് ദാസന്മാരെ വീണ്ടും പറഞ്ഞയക്കുന്നത്. നാം ഇവിടെ ഒരു കാര്യം നാം പഠിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മെ ലോകാരംഭത്തിന് മുമ്പേ തിരഞ്ഞെടുത്തതാണ്. അവൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മെ ക്ഷണിച്ചതാണ്. ക്ഷണം കിട്ടിയവരാണ് നാം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും ദൈവത്താൽ വിളിക്കപ്പെട്ടുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ടുമുള്ള ജനമാണ് നാം. ഒരു വിശേഷതയുള്ള ജനമാണ് നാം. ദൈവം പ്രത്യേകമായി കണ്ട് സ്നേഹിച്ച് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു ജനമാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. ദൈവം വിളിച്ച് നീതീകരിച്ചവർ. റോമർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുന്നറിഞ്ഞവരാണ്. മുന്നമേ ദൈവം തിരഞ്ഞെടുത്തവരാണ്. മുന്നമേ അവൻ വിളിച്ചു. മുന്നറിഞ്ഞവരെ അവൻ വിളിച്ചു. എന്തിനു വിളിച്ചു? അവൻ്റെ ഭവനത്തിൽ ഇരുത്താൻ. അവൻ്റെ ഭവനത്തിൽ ഇരിക്കുന്നത് ആരാണ്? തൻ്റെ പുത്രനോട് സദൃശന്മാരാകുന്നവരാണ്. അവൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നവർ മാത്രമേ അവിടെ ഇരുത്താൻ ദൈവത്തിന് പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം വിലയേറിയതാണ്. സ്വർഗരാജ്യം നമ്മുടെ ബുദ്ധിയിലൊന്നും ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ബുദ്ധിയിൽ അപഗ്രഥിച്ച് അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുകയോ പ്രസംഗിക്കുകയോ ചെയ്താലൊന്നും ആർക്കും പ്രയോജനപ്പെടുകയില്ല. സ്വർഗരാജ്യം എന്താണ്? അത് ദൈവത്തിൻ്റെ ഭവനം, യേശുക്രിസ്തുവിൻ്റെ ഭവനം. യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരായിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാർ. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു. എന്തിന്? അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു. യേശുവിൻ്റെ സ്വരൂപം, അവൻ്റെ സ്വഭാവം, അവൻ്റെ വിശുദ്ധി, അവൻ്റെ സ്നേഹം. യേശുവിൻ്റെ ആ സ്വരൂപം എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ വിശുദ്ധിയാണ്. വിശുദ്ധരായിത്തീരുന്നവർ മാത്രമേ അവിടെ ഇരിക്കുകയുള്ളൂ. അവർ സ്നേഹത്താൽ ജ്വലിക്കുന്നവരായിരിക്കും, സ്നേഹത്തിൻ്റെ നിറവ് പ്രാപിച്ചവരായിരിക്കും, വിശുദ്ധരായിരിക്കും, സ്നേഹം നിറഞ്ഞവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൻ്റെ സ്വഭാവം അതാണ്, വിശുദ്ധിയും സ്നേഹവും. അത് നാം പ്രാപിക്കണം. അങ്ങനെ ദൈവം വിളിച്ചവർ ആ വിശുദ്ധിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ സ്നേഹവും പ്രാപിച്ചു കഴിയുമ്പോൾ മാത്രമേ സ്വർഗത്തിൽ നമുക്ക് ഇരിക്കാനുള്ള അവകാശം ലഭിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി നമ്മെ ഒരുക്കുവാനാണ് ദൈവം വിളിച്ചത്. മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ദൈവം നമ്മെ മുന്നമേ നിയമിച്ചുമിരിക്കുന്നു. പിന്നെ മുൻ നിയമിച്ചവരെ അവൻ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുന്നമേ കിട്ടി. ഇപ്പോൾ ആ മുൻ തിരഞ്ഞെടുത്തവരെ, മുൻ നിയമിച്ചവരെ ദൈവം വിളിച്ചവരെ നീതീകരിക്കാനാണ് ഇപ്പോൾ ദൈവം നമ്മെ വിളിച്ച് തന്നോട് ചേർത്തിരുത്തിയിരിക്കുന്നത്. ഈ വചനം നമുക്ക് തരുന്നത് നമ്മെ നീതീകരിക്കുവാനാണ്. ദൈവത്തിന് സ്തോത്രം. മുൻ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ പുത്രൻ്റെ സഹോദരനാകേണ്ടതാണ് നാം. യേശുവിൻ്റെ സഹോദരനാകേണ്ടതാണ്. യേശുവിൻ്റെ സ്വഭാവവും യേശുവിൻ്റെ സാദൃശ്യമുള്ളവരാകണം. അപ്പൻ്റെ സ്വഭാവമാണ് മക്കൾക്ക്. അങ്ങിൽ യേശുക്രിസ്തു ആദിജാതൻ, നാം അവൻ്റെ സഹോദരന്മാർ. എന്തൊരു മഹാപദവിയാണ് പ്രിയരെ, എന്തൊരു അതിശ്രേഷ്ഠമായ പദവിയാണ്. പറയാൻ പോലും നമുക്ക് യോഗ്യതയുണ്ടോ? ഇല്ല. പക്ഷേ അത് പ്രാപിക്കാൻ ദൈവം നമ്മെ വിളിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. കൃപയാലുള്ള തിരഞ്ഞെടുപ്പ്. അതിനാണ് കൃപയാൽ അവൻ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവർ, നിസാരമല്ല നമ്മുടെ സ്ഥാനം, നിസാരമല്ല നമ്മുടെ ഉത്തരവാദിത്വം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവൻ കല്യാണ സദ്യയ്ക്ക് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. ഇപ്പോൾ നാം ചിന്തിക്കണം, എനിക്ക് മനസ്സായോ?
ദൈവം വിളിക്കുകയാണ്. ദൈവവിളി എത്രയോ കാലമായി പ്രിയരെ നിങ്ങൾ കേൾക്കുന്നു. എത്രയോ കാലമായി ദൈവവിളി കേൾക്കുന്നു. അനേകം ശുശ്രൂഷകളിൽ കൂടെയും വചനത്തിൽ കൂടെയും ദൈവം നമ്മെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ശുശ്രൂഷയും ഓരോ വചന ശുശ്രൂഷയും അത് പരിശുദ്ധാത്മാവിൻ്റെ വചനമാണെങ്കിൽ നിങ്ങൾക്ക് വിളി കിട്ടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോൾ അവൻ്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ നിരന്തരം അങ്ങനെ ആ കർത്താവിൻ്റെ വിളി കിട്ടിയപ്പോൾ, ആ വചനം കിട്ടിയപ്പോൾ അത് എന്നെയും കൂടിയാണ് വിളിക്കുന്നതെന്ന് വിശ്വസിപ്പാൻ കൃപ ലഭിച്ചവനാണ് ഞാൻ. എത്രയോ കാലങ്ങൾ നിരന്തരം അനുഗ്രഹീതമായ ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്ന ഈ കൂട്ടായ്മയിൽ കൂടെ ദേവദാസനായ ബഹുമാനപ്പെട്ട യോഹന്നാസിൽ കൂടെ ഈ വചനം കേട്ടപ്പോൾ മുതൽ കൃപയാൽ ദൈവം എൻ്റെ ഹൃദയത്തെ തുറന്നു തന്നു. ഇത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് വിശ്വസിപ്പാൻ കൃപ തന്നു. പ്രിയപ്പെട്ടവരോ, സമർപ്പണമെടുക്കാൻ കൃപ തന്നു. ജീവിതത്തിൽ ഒരുപാട് നീക്കുപോക്കുകൾ വരുത്താൻ ദൈവം കൃപ തന്നു. ശുദ്ധീകരണത്തിൻ്റെ പാതയിൽ ദൈവം നിർത്തിയിരിക്കുന്നു. അതിനുള്ള ഒരു ആഗ്രഹം ദൈവം തന്നിരിക്കുന്നു. ശുദ്ധീകരണം പ്രാപിപ്പാൻ അതിനുള്ള ഒരു ഉത്സാഹം ദൈവം തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം, ഈ വചനം നാം സ്വീകരിച്ചുവോ? ഈ വിളി നിങ്ങൾ സ്വീകരിച്ചോ? എങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പ് കിട്ടും. എന്താണ് ഉറപ്പ്? ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചേ പറ്റൂ. എനിക്ക് ഇന്നത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ ഇരിക്കേണ്ടവനാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ സ്വഭാവവും ഛായയും പ്രാപിക്കണം. യേശുവിൻ്റെ സ്നേഹം എന്നിൽ കൂടെ വരണം. യേശുവിൻ്റെ വിശുദ്ധി എന്നിൽ വളർന്നു വരണം. ഈ ഒരു ആഗ്രഹം നമ്മിൽ മുറ്റിട്ട് വരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നാം നമ്മെ തന്നെ പരിശോധിക്കണം. വിളിച്ചവർക്ക് വരുവാൻ മനസ്സായില്ല. അടുത്ത വാക്യം. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു. എൻ്റെ കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. ഇതെല്ലാം ഒരുങ്ങിയിരിക്കുന്നു. സ്തോത്രം. നിൻ്റെ കർത്താവ് പ്രിയപ്പെട്ടവരെ നമ്മയൊക്കെ വിളിക്കുന്നത് എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ്. എന്തൊരു ഭാഗ്യമായിപ്പോയി. എൻ്റെ കർത്താവ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവമേ, ഒരു തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾ കാണാറുണ്ടോ ആ കാഴ്ച? നിങ്ങളെ വിളിക്കുന്നത് വെറുതെയല്ല. മോനെ, എൻ്റെ മകനെ, നിനക്ക് വേണ്ടി ഞാൻ തകർത്തിരിക്കുന്നു. നിനക്ക് വേണ്ടി അവനെ ഞാൻ കാൽവരി ക്രൂശിൽ തകർത്തിരിക്കുന്നു. ആ തിരുരക്തം മുഴുവൻ ഊറ്റി തന്നത് നിനക്ക് വേണ്ടിയാണ്. നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേറെ പോംവഴിയില്ല. കാളകളെയോ വേറെ തടിപ്പിച്ച മൃഗങ്ങളെയോ ഒന്നും അറുത്താൽ നിൻ്റെ പാപം തീരുകയില്ല. നിൻ്റെ പാപത്തിന് പരിഹാരം ഇതാ, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്, എന്നേക്കുമുള്ള പാപപരിഹാരം, എന്നേക്കുമുള്ള നിത്യമായ രക്ഷ. അത് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയത് എൻ്റെ സ്വന്തം പുത്രനെ നിനക്ക് വേണ്ടി യാഗമർപ്പിച്ചാണ്. ആ കാഴ്ച നീ കാണണം. ഞാൻ തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തിരിക്കുന്നു. വിശ്വസിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. എൻ്റെ യേശു ക്രൂശിൽ കിടന്ന് ഈ പടയുന്നത്, ആ രക്തം ഊറ്റുന്നത്, ആ രക്തം മുഴുവൻ ഒഴുകി വരുന്നത്, അവൻ നിലവിളിക്കുന്നത്, അവൻ അവിടെ കിടന്ന് വേദനയാൽ പൊളയുന്നത് എല്ലാം എനിക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയതായ യാഗസദ്യയാണത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതായ യാഗസദ്യ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ യാഗത്തിൽ, പരമയാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് അവനെ സ്നേഹിച്ച് ഇനിയുള്ള കാലം ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനം ഇപ്പോൾ തന്നെ എടുക്കാമോ പ്രിയപ്പെട്ടവരെ? എൻ്റെ ദൈവം പ്രസാദിക്കും. ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ആ തീരുമാനം നിങ്ങൾ എടുത്താൽ, എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. നിൻ്റെ ശരീരം എനിക്ക് വേണ്ടിയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. നിൻ്റെ രക്തം എനിക്ക് വേണ്ടിയാണ് ഊറ്റിത്തന്നത്. നീ എന്നെ സ്നേഹിച്ചു, എന്നെ ശുദ്ധീകരിപ്പാൻ, എൻ്റെ പാപക്കറകളെല്ലാം കഴുകി എന്നെ നിന്നോട് അനുരൂപനാക്കി നിർത്തുവാൻ, നിൻ്റെ സ്വഭാവം പകരുവാൻ, നിൻ്റെ രക്തത്താൽ എന്നെ കഴുകുവാൻ. ദൈവമേ, അതിനാണല്ലോ നീ ക്രൂശിൽ മരിച്ചത്. ഈ ക്രൂശും ഞാനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടല്ലോ. കർത്താവേ, എന്നെ നിൻ്റെ മകനാക്കുവാൻ, എന്നെ വീണ്ടെടുക്കുവാൻ ഈ ക്രൂശിൽ നീ അർപ്പിക്കപ്പെട്ടു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നാഥൻ്റെ പരമയാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ നാഥനെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി ഞാനിതാ സ്വീകരിക്കുന്നു. പറയുന്നു പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അവൻ്റെ വിളി കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെ അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി എൻ്റെ കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്ത്
എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. എല്ലാം എല്ലാം പ്രീ പ്രിപ്പയർഡാണ്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. നീ വേറെ ഒന്നും ചെയ്യണ്ട. നിനക്ക് എൻ്റെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക്, ആ സ്വർഗീയമായ ആ കർത്താവ് ഒരുക്കുന്നതായ വിരുന്നുമേശയിലേക്ക് ചെല്ലുവാൻ നീ വേറെ ഒന്നും ഇനി ചെയ്യണ്ട. ദൈവത്തിന് സ്തോത്രം. ഈ പരമയാഗത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അനേകം പേര്, അനേകം പ്രവാചകന്മാരും അനേകം സഹദേവന്മാരും അനേകം വിശുദ്ധന്മാരും കാലാകാലങ്ങളായി ഇതെന്നും വന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ എത്രയോ അവസരങ്ങൾ ദൈവം തന്നു. എത്രയോ അനുഗ്രഹീതമായ വചനങ്ങൾ നാം കേട്ടു. പ്രിയപ്പെട്ടവരെ, എത്രയോ അവസരങ്ങൾ ദൈവം ഒരുക്കി തന്നു നിനക്കൊന്ന് മാനസാന്തരപ്പെടാൻ. ഈ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ഒരുങ്ങുവാൻ അവിടെ ചെന്ന് ആ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണശാലയിലേക്ക് പ്രവേശിക്കുവാൻ എത്രയോ അവസരം എൻ്റെ ദൈവം തന്നു. നിങ്ങൾ സ്വീകരിച്ചുവോ പ്രിയപ്പെട്ടവരെ? എൻ്റെ ദൈവം എത്ര കാലമായി നിനക്ക് വേണ്ടി ജാഗരിക്കുന്നു. എത്രയോ വിശുദ്ധന്മാരെ അതിനു വേണ്ടി ഒരുക്കി, എത്രയോ രക്തസാക്ഷികളെ ഒരുക്കി. അവരുടെ എല്ലാം ദൗത്യം എത്തൊന്നും ആയിരുന്നില്ല. ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം, ദൈവരാജ്യത്തിന് വേണ്ടി ജനത്തെ ഒരുക്കുക, അതിനുവേണ്ടി ജീവൻ വെച്ചവർ എത്രയോ പേര്, അതിനുവേണ്ടി യാഗമായി തീർന്നവർ എത്രയോ പേര്, അതിനുവേണ്ടി അവർ കഴുത്തറുത്ത് കൊന്നവർ എത്രയോ പേര്, അതിനുവേണ്ടി ശരീരം പീഡയേക്കുവാൻ വിട്ടുകൊടുത്തവർ എത്രയോ പേര്. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവരെല്ലാം നമ്മെ നടന്ന് വിളിച്ചു. നിങ്ങൾ സ്വീകരിച്ചുവോ പ്രിയപ്പെട്ടവർ? ആ വിശ്വാസം നിങ്ങൾക്ക് കിട്ടിയോ? ദൈവത്തിന് സ്തോത്രം. അതിനല്ലേ സഭയുമെല്ലാം, സഭയിലെല്ലാം അനുഷ്ഠിക്കുന്ന ഇതല്ല അല്ലേ പ്രിയപ്പെട്ടവർ? വിശുദ്ധന്മാരായി കടന്നുപോയ രക്തസാക്ഷികളെയൊക്കെ അനുസ്മരിക്കുന്നതായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ അംശികളല്ലേ നമ്മളെല്ലാവരും? ആ പാരമ്പര്യമുള്ള അനുഭവിക്കുന്നവരല്ലേ? അതെല്ലാം നാം പാരമ്പര്യങ്ങളെല്ലാം പറഞ്ഞ് നാം തലപൊങ്കി നടക്കും. പക്ഷേ അവരുടെ ആരുടെയും വിശ്വാസം അനുകരിക്കാൻ മനസ്സില്ല. അവരുടെ പേരൊക്കെ പറയും, വേണമെങ്കിൽ അവരെ ഉയർത്തിക്കൊന്നും പറയുകയും ചെയ്യും. അല്ല, പെരുന്നാളുകൾ ആചരിക്കുക അവരുടെ പേരിൽ. പക്ഷേ മോനെ, നിൻ്റെ ഹൃദയത്തിൽ അവരനുഷ്ഠിച്ചതായ ആ സ്വർഗീയമായ ശുശ്രൂഷ, അവരെ ത്യാഗം സഹിച്ചും ജീവിതം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തും തങ്ങളെ തന്നെ ഒട്ടും ഗണ്യമാക്കാതെ തങ്ങളെ തന്നെ ത്യജിച്ച് അവർ ചെയ്തതായ സ്വർഗീയ ശുശ്രൂഷ, ആ മാതൃക നിങ്ങൾക്ക് സ്വീകരിക്കാൻ മനസ്സായോ? ദൈവത്തിന് സ്തോത്രം. എന്നെയും കൂടി ഉൾപ്പെടുത്തിയാണ് കേട്ടോ ഞാനിത് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെയും വിധിക്കുകയല്ല. ദൈവം ആർക്കും കടക്കാരനല്ല, അവനെല്ലാം ഒരുക്കിയിരിക്കുന്നു. നിങ്ങളെ ഇപ്പോൾ വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവനെന്താ പറഞ്ഞത്? അവൻ കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. എന്താണ് അത് കാണിക്കുന്നത്? അവരത് കണക്കാക്കിയില്ല, ഈ വിളി കണക്കാക്കിയില്ല. ദൈവമേ, എത്രയോ കാലമായി വിളി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ട് നമ്മളൊരു പാട്ട് പാടാറുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. മുട്ടി മുട്ടി വാതിലിൽ വന്നു നിൽപ്പതാർ, മകനെ എന്നോദിയൻ യേശു പരൻ. മുട്ടി മുട്ടി വാതിലിൽ വന്നു നിൽപ്പതാർ, മകനെ എന്നോദിയ യേശു പരൻ. നിന്നെ വീണ്ട പ്രിയ സ്നേഹിതന്താൻ, പിന്നെ എന്തു മടി നീ തുറപ്പാൻ. നിന്നെ വീണ്ട പ്രിയ സ്നേഹിതന്താൻ, പിന്നെ എന്തു മടി നീ തുറപ്പാൻ. സ്നേഹപൂജ്യമവനും നീയുമൊത്തു പൂജിപ്പാൻ, സ്നേഹിതനെ പോലവ കെഞ്ചിടുന്നു. സ്നേഹപൂജ്യമവനും നീയുമൊത്തു പൂജിപ്പാൻ, സ്നേഹിതനെ പോലവ കെഞ്ചിടുന്നു. എന്നുമെന്നും കേൾക്കുമി രക്ഷാസന്ദേശം, നിന്നു പോമെന്നോർക്കണം ഈ ക്ഷണം നീ. എന്നുമെന്നും കേൾക്കുമി രക്ഷാസന്ദേശം, നിന്നു പോമെന്നോർക്കണം ഈ ക്ഷണം നീ. ഇതെന്നും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ രക്ഷാസന്ദേശം, രക്ഷപ്പെട്ടുകൊള്ളുവിൻ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവിൻ.
ഈ വിളി പ്രിയപ്പെട്ടവരെ എന്നും കേൾക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതെല്ലാം നിന്നു പോകുന്ന കാലങ്ങൾ വരുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. അതിലുള്ള ലക്ഷണങ്ങളെല്ലാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ത്യജിക്കുന്നവരെയും ദൈവവചനത്തെ തള്ളിക്കളയുന്നവരെയും ദൈവത്തെ പരിഹസിക്കുന്നവരെയും ദൈവവചനത്തെ പരിഹസിക്കുന്നവർക്കും എല്ലാം എതിരായ ന്യായവിധി ഇന്നേ ലോകത്തിൽ തുടങ്ങിയിരിക്കുന്നു. നാം ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്നതായ അതിദാരുണമായ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം നിങ്ങൾ കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആർക്കറിയാം? ഇനി എന്ന് ഒരുങ്ങും പ്രിയപ്പെട്ടവരെ? നാളെ ഞാൻ ഈ ഭൂമുഖത്തുണ്ടോ? നാളെ ഞാൻ ഈ രക്ഷാസന്ദേശം കേൾക്കാൻ ഈ ഭൂമുഖത്തുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അല്ല, അന്തിക്രിസ്തു ലോകത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അന്തിക്രിസ്തു ഈ ലോകത്തിൽ പിടിമുറുക്കുന്നു. സത്യവചനത്തെയും പരിശുദ്ധാത്മാവിനെയും എതിർക്കുന്നു, മത്സരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനെ തള്ളിപ്പറയുന്നു. ഇതെല്ലാം ഈ അന്ത്യകാല ലക്ഷണങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വചനം, ഈ ദൈവത്തിൻ്റെ വിളി, ഈ സ്വർഗീയമായ വിളി, സ്വർഗരാജ്യത്തിലേക്കുള്ള വിളി, രക്ഷയിലേക്കുള്ള വഴി എന്നുമെന്നും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകം അവസാനിച്ച് ലോകാന്ത്യത്തിലേക്ക് നീങ്ങി. എൻ്റെ കർത്താവ് വരുവാനൊരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ മധ്യാകാശത്ത് വന്നു കഴിഞ്ഞാൽ അന്നുവരെയും വചനം കേട്ട് ആ വചനം വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതവുമായി സ്വീകരിച്ച് യേശുവിനുള്ളവർ പറന്നുയരുന്നൊരു ദിവസം വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും മറക്കരുത്. എൻ്റെ കർത്താവ് എപ്പോൾ വന്നാലും പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം ഇന്ന് വാതിക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയവാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. എത്രയോ നാളുകളായി ഈ വാതിക്കൽ നിന്നുള്ള വിളി ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ അന്ത്യകാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവസാനിക്കും. പ്രിയപ്പെട്ടവരെ, പിന്നെ അന്ത്യക്രിസ്തു വെളിപ്പെടും. അന്ത്യക്രിസ്തു വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമുക്ക് മാനസാന്തരത്തിന് ഇടമില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളു. അവൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനാണ് വരുന്നത്. ഈ വിളി കേട്ട് ഈ വചനം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് മനസ്സറിഞ്ഞൊരു പാപം ജീവിതത്തിൽ വരാതെ, യേശുവേ വരയണമേ, യേശുവേ വേഗം വരയണമേ, യേശുവേ വേഗം വരയണമേ, ആ ജാഗ്രതയോടെ ആ വിളിയോടെ ഒരുക്കി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ് അവൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അത് ഏത് നിമിഷവും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അല്ല, അങ്ങനെ എൻ്റെ യേശു വരുന്നതിന് മുമ്പ് ഞാൻ കടന്നു പോയാലോ? അതും ഏത് നിമിഷവും സംഭവിക്കാമല്ലോ പ്രിയരെ. പ്രായഭേദമന്യേ അത് സംഭവിക്കാമല്ലോ. എൻ്റെ ദൈവമേ, അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നാൽ, ഇന്ന് ഞാൻ കടന്നു പോയാൽ, എൻ്റെ ഈ പ്രാണൻ എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയാൽ, എൻ്റെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയാൽ, കർത്താവേ, ഇന്ന് ഞാൻ ആ രക്ഷയുടെ ആ സ്വർഗീയ തീരത്തേക്ക് എത്തുമോ? എൻ്റെ യേശുവിൻ്റെ കരവലയത്തിലാകുമോ? യേശുവിൻ്റെ കരങ്ങളിൽ ഞാൻ ആകുമോ? യേശു ഇരിക്കുന്ന സിംഹാസനത്തിന് മുമ്പാകെ ഞാൻ ചെല്ലുമോ? വിശുദ്ധന്മാരുടെ നിരയിൽ ഞാൻ ചെന്നെത്തുമോ? നിങ്ങൾ പരിശോധിക്കണം പ്രിയരെ. ഇന്ന് നമ്മൾ സജ്ജരായോ? ഇത് സത്യമല്ലേ പറയുന്നത്? ഇത് കേൾക്കാനുള്ള വെറുതെ പ്രസംഗം പോലെ കേൾക്കാനുള്ളതാണോ പ്രിയരെ? ഇതൊരു അബ്സല്യൂട്ട് റിയാലിറ്റി അല്ലേ നാം കേൾക്കുന്നത്? എനിക്ക് നല്ല ഉറപ്പാണ് പ്രിയരെ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവേ, ഒരു നിമിഷം പോലും ഒരുങ്ങിയില്ല എന്ന് പറയാനിടയാകല്ലേ. നിൻ്റെ ഈ വിളി ഒരിക്കൽ നിഷേധിക്കാനിടയാകല്ലേ കർത്താവേ. എൻ്റെ യേശുവിനോട് പറ്റിച്ചേർന്ന് നിന്ന് ആ തിരുരക്തത്താൽ തന്നെ ആശ്രയിച്ച് ആ രക്തം വാർന്നു കിടക്കുന്ന മെസ്സിയായ തമ്പുരാനെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് നീ എന്നിൽ വസിക്കുമ്പോൾ, നിൻ്റെ കരം എന്നിൽ പിടിച്ചിരിക്കുമ്പോൾ, കർത്താവേ, നിൻ്റെ കണ്ണെന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വലയം ചെയ്ത് നിൽക്കുമ്പോൾ, ആ തിരുരക്തം എന്നെ വലയം ചെയ്ത് നിൽക്കുമ്പോൾ, ദൈവമേ, സ്വർഗീയ മാലാഖമാരെ നീ എൻ്റെ അടുക്കിലേക്ക് പറഞ്ഞുവിട്ട് എന്നെ സ്വീകരിക്കാൻ, എൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് നിന്റെ സന്നിധിയിലേക്ക് ആനയിക്കാൻ വേണ്ടി നീ പറഞ്ഞുവിടുന്ന ഒരു സമയം കർത്താവേ, അതെൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കി തീർക്കണമേ കർത്താവേ. ഇന്നാണെങ്കിൽ പോലും കർത്താവേ, അതിനെന്നെ യോഗ്യനാക്കണമേ ദൈവമേ. ഞാൻ തയ്യാറാണ് കർത്താവേ. എൻ്റെ ദൈവമേ, ഞാനെല്ലാം ഒരുങ്ങിയിട്ടല്ല, എന്നാൽ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നിന്റെ തിരുരക്തം എൻ്റെ മേൽ നീ മുദ്ര ചാർത്തിയതാണ്, എൻ്റെ കരങ്ങളിൽ നീ പിടിച്ചതാണ് കർത്താവേ. നിൻ്റെ സ്വർഗീയമായ ആ പുസ്തകത്തിൽ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയതാണല്ലോ ദൈവമേ. ഞാൻ നിൻ്റെ വകയല്ലേ കർത്താവേ. ആ തിരുരക്തം ഇപ്പോൾ തന്നെ എന്നെ വലയം ചെയ്യണമേ കർത്താവേ. നീ എന്നെ നിൻ്റെ സന്നിധിയിലേക്ക് തക്ക സമയത്ത്, നീ കണ്ട സമയത്ത്, നീ എന്നിൽ കൂടി കണ്ട
ശുശ്രൂഷയെല്ലാം തികച്ച് തന്നെ കടന്നു വരുവാൻ യേശുവേ നീ ഒരുക്കണമേ, എന്നെ സഹായിക്കണമേ. ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും പ്രാർത്ഥിക്കൂ. അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. ഇപ്പോൾ അവൻ യേശു ക്രിസ്തു മുറിഞ്ഞ കരങ്ങളുമായി നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, അവൻ കെഞ്ചിക്കൊണ്ട് നിൻ്റെ ഹൃദയവാതിൽ വന്ന് മുട്ടുമ്പോൾ, എൻ്റെ പ്രിയരെ തുറന്നു കൊടുക്കുവീൻ. യേശുവേ, എൻ്റെ ഹൃദയമിതാ നിനക്ക് വേണ്ടി ഞാൻ തുറന്നു തരുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇത് മലിനമാണ് കർത്താവേ, ഇവിടെ നാറ്റം വെച്ചതാണ് കർത്താവേ, ലാസറിൻ്റെ കല്ലറ പോലെ നാറ്റം വെച്ചതാണ് കർത്താവേ. എന്നാൽ എന്നെ ജീവിപ്പിക്കുവാൻ നിന്റെ ജീവസ്വരത്തിന് കഴിയുമല്ലോ. ഇപ്പോൾ ആ ജീവസ്വരമാണല്ലോ എന്നെ നീ കേൾപ്പിക്കുന്നത്. ദൈവമേ, ഈ വിളി ഇന്ന് നിന്നു പോകുന്നതിന് മുമ്പ് എനിക്ക് കർത്താവേ പൂർണ്ണമായി ഒന്ന് ഒരുങ്ങുവാനും വിശുദ്ധി പ്രാപിക്കുവാനും നിന്റെ കരങ്ങളിലേക്ക് ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും എന്നെ ഇപ്പോൾ തരുന്നു. പൊന്നുകരങ്ങളിലേക്ക് തരുന്നു. എന്നെ സ്വീകരിക്കണമേ, എന്നെ ഏറ്റെടുക്കണമേ, എന്നെ മാറോട് അണയ്ക്കണമേ. ഈ വചനം കേൾക്കുന്ന നിന്റെ പ്രിയ മക്കളെ എല്ലാവരെയും യേശുവേ നീ സ്വീകരിക്കണമേ. ഹൃദയങ്ങളെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ തീയായി ഓരോരുത്തരെയും ഉള്ളിൽ വന്ന് കത്തണമേ. യേശുവിനുള്ള സ്നേഹം കൊണ്ട് കത്തി ജ്വലിപ്പിക്കണമേ. തക്ക സമയത്ത് യേശുവേ നിന്റെ സന്നിധിയിലേക്ക് കടന്നു പറന്നു വരുവാതൊക്കെ വേണം ഞങ്ങളെ ഒരുക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.